Hi friends. Next നമ്മൾ കാണുന്നത് ഡിമാൻഡ് കർവ് ആണ്. എന്താണ് ഡിമാൻഡ് കർവ്? A demand curve is a diagrammatic representation of demand schedule. It is a graphical representation of price quantity relationship. ഒരു ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഷെഡ്യൂളിനെ ഗ്രാഫിക്കലായി പ്രതിനിധീകരിക്കുന്നതാണ്. അത് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഒരു ഗ്രാഫിക്കലായ representation ആണ്. Individual demand curve shows the highest price which an individual is willing to pay for different quantities of the commodity. ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് കാണിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ ഒരു ഉൽപ്പന്നത്തിന്റെ വ്യത്യസ്ത ക്വാണ്ടിറ്റിക്ക് ഏറ്റവും കൂടുതൽ നൽകാൻ തയ്യാറാവുന്ന പ്രൈസിന്റെ മാക്സിമമാണ്. While each point on the market demand curve depicts the maximum quantity of the commodity which all consumers taken together would be willing to buy at each level of price under given demand conditions. ഇനി മാർക്കറ്റ് ഡിമാൻഡ് കർവിലേക്ക് വരികയാണെങ്കിൽ ആ ഡിമാൻഡ് കർവ് കാണിക്കുന്നത് വ്യത്യസ്ത വിലകളിൽ ആ മാർക്കറ്റിലുള്ള എല്ലാ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിനും കൂടി വാങ്ങാൻ തയ്യാറാവുന്ന മാക്സിമം ക്വാണ്ടിറ്റിയാണ്. ഡയഗ്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ഡിമാൻഡ് കർവ് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഡിമാൻഡ് കർവ്? ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പ്. That means it slopes downward from left to right, depicting that with increase in price, quantity demand falls and vice versa. ഡിമാൻഡ് കർവ് എടുത്ത് വലത്തേക്ക് ചാഞ്ഞിരിക്കുകയാണ്. അത് നെഗറ്റീവ് സ്ലോപ്പ് ആണെന്ന് പറയും. കാരണം മറ്റൊന്നുമല്ല, വില കുറയുമ്പോൾ വാങ്ങുന്ന അളവ് കൂടുകയും വില കൂടുമ്പോൾ വാങ്ങുന്ന അളവ് കുറയുകയും ചെയ്യും. Now let us find out what are the causes for the downward sloping demand curve. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ഉള്ളത്? അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് ദ ഇൻകം ഇഫക്റ്റ്. With the fall in the price of a commodity, the purchasing power of consumer increases. ഒരു സാധനത്തിന്റെ വില കുറയുമ്പോൾ കൺസ്യൂമറിന്റെ വാങ്ങൽ ശേഷി വർദ്ധിക്കും. Thus he can buy same quantity of commodity with less money, or he can purchase greater quantities of same commodity with the same money. ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒരു സാധനത്തിന്റെ വില കുറയുമ്പോൾ വാങ്ങുന്നവന്റെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കുകയാണ്. മുമ്പ് വാങ്ങിയ അതേ ക്വാണ്ടിറ്റി മുമ്പ് കൊടുത്ത വിലയേക്കാൾ കുറഞ്ഞ് അവന് മേടിക്കാൻ പറ്റും. മുമ്പ് കൊടുത്ത തുക പണത്തെക്കാൾ കുറച്ച് പണം കൊടുത്ത് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ മുമ്പ് മേടിച്ചതിനേക്കാൾ ക്വാണ്ടിറ്റി മേടിക്കുവാൻ അവന് സാധിക്കും. Similarly, if the price of a commodity rises, it is equivalent to decrease in income of the consumer, as now he has to spend more for buying the same quantity as before. ഇനി വില കൂടിയെന്ന് കരുതുക, എന്ന് സംഭവിക്കുക, അവന് വാങ്ങൽ ശേഷി കുറയും. മുമ്പ് വാങ്ങിയ അതേ ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ കൂടുതൽ തുക കൊടുക്കേണ്ടി വരും. So this change in purchasing power due to price change is known as income effect. വില മാറുന്നത് മൂലം ഇത്തരത്തിലുണ്ടാവുന്ന ഒരു ഇഫക്റ്റിനെയാണ് ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. When price of a commodity falls, it becomes relatively cheaper compared to other commodities whose price have not changed. Thus the consumer tended to consume more of the commodity whose price has fallen. That is, they tended to substitute that commodity for other commodities which have not become relatively dear. ഇപ്പൊ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്? ഒരു വസ്തുവിന്റെ വില, ഒരു കമ്മോഡിറ്റിയുടെ വില കുറയുമ്പോൾ അത് മറ്റു കമ്മോഡിറ്റിയുമായി കമ്പാരിറ്റീവ്ലി അത് ചീപ്പർ കമ്മോഡിറ്റി ആയി മാറും. പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ. അപ്പൊ അതുകൊണ്ട് അത് ആ ചീപ്പർ ഗുഡായ താരതമ്യേന വില കുറഞ്ഞ ഗുഡ്സ് വില കൂടിയ ഗുഡ്സിന് പകരമായി അവൻ ഉപയോഗിക്കും. അപ്പൊ അതായത് ഒരു വസ്തുവിന്റെ വില കുറയുമ്പോൾ അതിന്റെ വാങ്ങുന്ന അളവ് കൂടാനുള്ള കാരണം
അതിന് പകരം നിൽക്കുന്ന മറ്റു വസ്തുക്കളെ അപേക്ഷിച്ച് ഈ വസ്തുവിന്റെ വില കുറയുകയും ഇത് താരതമ്യേന ചെലവ് കുറഞ്ഞ വസ്തുവാവുകയും ചെയ്യും. ആളുകൾ വില കൂടിയ വസ്തു വാങ്ങിയ ആളുകൾ കൂടി എന്ത് ചെയ്യും? ഈ വസ്തു വാങ്ങാൻ തയ്യാറാവും. ഉദാഹരണം പറഞ്ഞാൽ ടീ ആൻഡ് കോഫി എടുക്കുകയാണ്. കോഫിയുടെ വില കുറഞ്ഞു, കോഫിയുടെ വില കുറയുകയാണ്. അപ്പൊ ഇന്നലെ വരെ ഒരുപക്ഷെ ചായപ്പൊടി വാങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ കൂടി എന്ത് ചെയ്യും? താരതമ്യേന ചായപ്പൊടി അപേക്ഷിച്ചു കാപ്പിപ്പൊടി വില കുറഞ്ഞത് കൊണ്ട് കാപ്പിപ്പൊടി വാങ്ങാൻ തയ്യാറാവും. നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുക എന്താണ്? വില കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ആ കമ്മോഡിറ്റി മറ്റേ അപേക്ഷിച്ച് കോസ്റ്റ്ലി ആയി മാറും. ആ കോസ്റ്റ്ലിയെ കമ്മോഡിറ്റിയെ ആളുകൾ വാങ്ങാൻ തയ്യാറാവുകയും. ഉദാഹരണത്തിന് കോഫിയുടെ വില കൂടി, ഇപ്പോൾ എന്താ സംഭവിക്കുക? കോഫിയുടെ വില കൂടിയപ്പോൾ ചായയുമായി കമ്പയർ ചെയ്യുമ്പോൾ കോഫി താരതമ്യേന ചെലവ് കൂടിയതാണ്. കോഫി വാങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ കൂടി എന്ത് വാങ്ങാൻ പോകും? ടീ വാങ്ങാൻ പോകും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ട് ഡിമാൻഡ് കർവ് താഴേക്ക് വളർന്നു വരുന്നു. തേർഡ് വൺ, law of diminishing marginal utility ആണ്. It is the basic cause of the law of demand. The law of diminishing marginal utility states that as an individual consumes more and more units of a commodity, the utility derived from it goes on decreasing. So as to get maximum satisfaction, an individual purchases in such a manner that the marginal utility of the commodity is equal to the price of the commodity. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന് പ്രധാനപ്പെട്ട കാരണം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഒരു കൺസ്യൂമർ ഒരു സാധനത്തിന്റെ വിവിധ അളവുകൾ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുമ്പോൾ അതിന് അവന് ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ കൺസ്യൂമർ പണത്തിന്റെ മാർജിനൽ യൂട്ടിലിറ്റിയും വാങ്ങുന്ന സാധനത്തിന് ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റിയും തുല്യമാകുന്ന രീതിയിലായിരിക്കും അവർ വാങ്ങുന്നത്. When the price of a commodity falls, a rational consumer purchases more so as to equate the marginal utility and the price level. ഒരു സാധനം വില കുറയുമ്പോൾ കൺസ്യൂമർ അത് കൂടുതൽ വാങ്ങും. എന്തിനു വേണ്ടിയാ? കാരണം അതിന്റെ കൊടുക്കുന്ന വില പ്രൈസ് അല്ലെങ്കിൽ ആ പണത്തിന്റെ മാർജിനൽ യൂട്ടിലിറ്റിയും അതിന് ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റിയും തുല്യമാക്കുന്നതിന് വേണ്ടി. Thus, if a consumer wants to purchase larger quantities, then the price must be lowered. ഒരു സാധനത്തിന് കൂടുതൽ അളവ് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ വില കുറഞ്ഞിരിക്കണം. This is what the law of demand also states. ഇത് തന്നെയാണ് law of demand ഉം പറയുന്നത്. Okay. നാലാമത്തെ എന്താണ്? ന്യൂ ബയേഴ്സ്. Whenever the price of a commodity decreases, new buyers enter the market and start purchasing it. ഒരു സാധനം വില കുറയുമ്പോൾ ഇന്നലെ വരെ അത് വാങ്ങാൻ പറ്റാതിരുന്ന ആളുകൾ കൂടി അത് വാങ്ങാനായിട്ട് വരും. This is because they were unable to purchase it when the price were high, but now they can afford it. Thus, as the price falls, the demand rises and the demand curve becomes downward sloping. ഇന്നലെ വരെ അവർക്ക് വാങ്ങാൻ പറ്റിയില്ല, ഇന്ന് വില കുറഞ്ഞപ്പോൾ അവർക്ക് വാങ്ങാൻ പറ്റി, അവർ വന്നു കൂടുതൽ വാങ്ങുന്നു. തിരിച്ച് വില കൂടുമ്പോൾ ഇന്നലെ വാങ്ങിക്കൊണ്ടിരുന്ന പലർക്കും അത് വാങ്ങാൻ പറ്റാതെ വരികയും അവർ മാർക്കറ്റിന് പുറത്തു പോവുകയും ചെയ്യും. അതിന്റെ ഡിമാൻഡ് കുറയും. സോ അതുകൊണ്ട് തന്നെ ഡിമാൻഡുകൾ എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ showing relationship between the quantity demanded of a commodity and the factors influencing demand. ഇതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അവിടെ എന്താണ് കാണിക്കുന്നത്? ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയും ആ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ്. അതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. മാത്തമാറ്റിക്കലായി എക്സ്പ്രസ് ചെയ്യുകയാണ്. ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് ഡിമാൻഡ് ഫംഗ്ഷനിലൂടെ കാണിക്കുന്നത്. ടേബിൾ നോക്കിക്കോളൂ. എന്താണ്? dx is equal to f of px py t y a pp ep u എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കാം എന്താണ് ഇവിടെ ഇക്വേഷൻ എന്തൊക്കെയാണ്. dx എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അളവാണ് dx എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിന്റെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? എന്തിനേക്ക് ആശ്രയിക്കുന്നത്? എഫ് ഫംഗ്ഷൻ ആണ്. എന്തിനേക്ക് ഫംഗ്ഷൻ ആണ്? px പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ആ സാധനത്തിന്റെ വിലയെ ആശ്രയിക്കുന്നു. 2 py പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. 3 T taste and preference of consumer. 4 Y income level. Next A advertising and promotional activities. PP population, size of the market ആണ്. EP consumers expectations about the future changes ആണ്. U specific factors affecting demand for a commodity such as seasonal changes, taxation policy, availability of credit facilities, etc. ഇപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് നോക്കുക. എന്താണ്? ഒരു വസ്തുവിന്റെ ഡിമാൻഡും ആ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് ഡിമാൻഡ് ഫംഗ്ഷനിലൂടെ നമ്മൾ കാണിക്കുക. അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. മാത്തമാറ്റിക്കൽ ഇക്വേഷനിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക.
അതായത് ഒരു വസ്തുവിന്റെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നിരവധി ഘടകങ്ങളെ ആശ്രയിക്കുന്നു, അതിന്റെ വിലയെ മാത്രമല്ല. അതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്ക് കാണിച്ചു തരുന്ന വസ്തുത എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.